മലബാറിൽ വലിയ പ്രചാരണം നേടിയ MEC7 വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണെന്ന് CPM. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനാണ് ഇതെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. MEC7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നും സമസ്ത നേതാക്കളും മുന്നറിയിപ്പ് നൽകി. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ മലയാളികൾക്കിടയിൽ അതിവേഗം പ്രചാരം നേടിയ ഒന്നാണ് MEC7. എന്നാൽ ഇതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങളെ തുറന്നു കാട്ടുകയാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞു, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്. അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവർ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല, തുറസായ സ്ഥലത്ത് പൊതു സ്ഥലത്ത്, അതെ ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. തീവ്രവാദികളെയും കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇതെല്ലാം. ഇങ്ങനെ നാനാഭാഗത്തു നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു. അതേസമയം MEC7-നെതിരെ സമസ്തയും രംഗത്തെത്തി. MEC7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നും സംസ്ഥാന നേതാക്കളും പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ പുതിയ പദ്ധതികൾ, വ്യായാമം, കളരി, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം മുസാഫയത്തും സലാഞ്ചലും പറഞ്ഞ പിരിയുമ്പോൾ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാ, ഒരു സലാഞ്ചലി കളയാ, ആകയാൽ സുന്നത്തിയമായിട്ട് വിളിക്കുക. അതിനുവേണ്ടി ചില കളരി, അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി, ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവരുമായി അടുത്താൽ ഈമാൻ നശിച്ചു പോകുമെന്നാണ് വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. അതേസമയം ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് MEC7 അധികൃതർ. ജനം, കോഴിക്കോട്.